അസ്സലാമലൈക്കും ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മന്തിയാണ്. ആദ്യം നമുക്ക് ബീഫ് മസാല റെഡിയാക്കാനായി ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കാം. കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി ഓയിലിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. ചെറിയ ജീരകം, വലിയ ജീരകം, മുഴുവൻ മല്ലി, പെപ്പർ കോൺസ്, കറുവപ്പട്ട, ഗ്രാമ്പു, 2 ഏലക്ക എന്നിവയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചെറുതാക്കി അരിഞ്ഞ 3 സവാള ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. സവാള ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 മാഗി ക്യൂബ് ചേർക്കുക. മാഗി ക്യൂബ് ചേർത്ത ശേഷം നന്നായി അത് അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. മാഗി ക്യൂബിൽ നല്ല ഉപ്പുള്ളതിനാൽ നമ്മൾ ഇപ്പോഴേ ഉപ്പ് ചേർക്കുന്നില്ല. മാഗി ക്യൂബിൻ്റെ ഉപ്പും കൂടി നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ രീതിയിൽ മുളക് പൊടി, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മന്തി മസാല എന്നിവ ചേർത്ത് യോജിപ്പിക്കാം. മന്തി മസാല ചേർത്തിട്ടുള്ള ഹോൾ സ്പൈസസ് ഏതൊക്കെയെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവ ചെറുതായി ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ 5 സ്പൂൺ വരെ ചേർക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ പുളി നോക്കിയതിന് ശേഷം ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1 പിടി മല്ലിയിലയും ചേർക്കുക. ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് മസാലയുമായി ചേരുന്ന വിധത്തിൽ നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് സമയം നന്നായി ഇളക്കേണ്ടത് അത്യാവശ്യമാണ്. മസാലയുമായി യോജിച്ച് നല്ല രീതിയിൽ തന്നെ ബീഫ് ആയിരിക്കണം. ഇനി ഓരോരുത്തരുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിക്കുക. ഇവിടെ ഞങ്ങൾ 8 വിസിലടിക്കുന്നത് വരെ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അതിനായി നീളമുള്ള അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൂടെ ഹോൾ സ്പൈസസും മാഗി ക്യൂബും ഇട്ട് ചൂടാക്കാം. ഇവിടെ നമ്മൾ ചോറ് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ ആണ് ഇവിടെ വെള്ളം ഒഴിക്കുന്നത്. നന്നായി തിളപ്പിച്ച 3 കപ്പ് വെള്ളം നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആവശ്യമായ ഉപ്പും നമുക്ക് ചേർക്കാം. ഇനി വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതേ സമയം കൊണ്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ബീഫിലെ കഷ്ണങ്ങൾ മാത്രം നമുക്ക് പെറുക്കി മാറ്റാം. ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ണങ്ങൾ പെറുക്കി മാറ്റുന്നത്. പെറുക്കി മാറ്റിയാലും കുക്കറിൽ അതിൻ്റെ മസാല കുറച്ച് അവശേഷിക്കും. വരട്ടിയെടുക്കാനായി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
ബീഫിലെ വെള്ളത്തിൻ്റെ അംശം വറ്റുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇളക്കി നമുക്ക് പറ്റിച്ചെടുക്കാം. പറ്റിക്കുന്നതിൻ്റെ കൂടെ തന്നെ അല്പം കുരുമുളക് പൊടിയും കൂടി വിതറാം. നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഒരു വശത്തേക്ക് വകഞ്ഞു മാറ്റി കുക്കറിൽ അവശേഷിക്കുന്ന മസാല ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല മുഴുവൻ ചോറിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കിയ ബീഫ് കഷ്ണങ്ങളും ചോറിൻ്റെ മുകളിൽ വിതറാം. ഇനി നമുക്ക് ഇതൊന്ന് പുകച്ചെടുക്കാം. അതിനായി ഉണ്ടാക്കിയ കനൽ മന്തിക്കുള്ളിൽ ഇറക്കി വെച്ച പാത്രത്തിലേക്ക് ഇട്ട് അതിന് പുറത്തേക്ക് അല്പം ഓയിലൊഴിച്ച് നമുക്ക് പാത്രം മൂടി വയ്ക്കാം. 10 to 15 മിനിറ്റ് പാത്രം നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. ഇനി ബീഫ് കഷ്ണങ്ങൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പെറുക്കി മാറ്റാം. ശേഷം നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത ബീഫിൻ്റെ മസാല റൈസുമായി നല്ലവണ്ണം യോജിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ബീഫ് കഷ്ണങ്ങൾ നിരത്തി നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഈ മന്തി ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു ഡിഷുമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.